കൽകുളം ഇടശ്ശേരി ബീച്ചിലെ ഹോട്ടലിൽ മോഷണം. ഇടശ്ശേരി ബീച്ചിലുള്ള വഴിയോരം എന്ന ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ഹോട്ടൽ ഉടമയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. സാധനങ്ങളും അലമാരകളും വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. ഹോട്ടലിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഹോട്ടലിൽ സൂക്ഷിച്ച പണവും ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളിലെ പണവും നഷ്ടപ്പെട്ടു. ഹോട്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള സിഗരറ്റുകളും നഷ്ടപ്പെട്ടു. പാലിനായി നീക്കിവെച്ചിരുന്ന പണവും നഷ്ടമായി. ഹോട്ടലിനകത്തുള്ള CCTV ക്യാമറകൾ മോഷ്ടാവ് കേടുവരുത്തിയ നിലയിലാണ്. ഏകദേശം 40,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഹോട്ടൽ ഉടമ പറഞ്ഞു. വടനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീരദേശത്ത് മോഷ്ടാക്കളുടെ ശല്യം കൂടുതലാണെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. നമ്മൾ എല്ലാ ദിവസവും പതിപോലെ 4 മണിക്ക് കട തുറക്കും. ഇന്നും 4 മണിക്ക് തുറക്കാൻ പറഞ്ഞ സമയത്ത് തുറന്നു നോക്കുന്ന സമയത്ത് മേശയുടെ വിരികൾ കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ട് കണ്ടു. ഉടനെ എനിക്ക് മനസ്സിലായി ഇവിടെ ആരെ കിടന്നിട്ടുണ്ടെന്ന്. ഉടനെ ഡേറ്റൊക്കെ ഇട്ട് അപ്പോൾ നോക്കിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പൊളിച്ചിട്ട് കള്ളൻ കയറിക്കലാണ്. കള്ളൻ കയറിയ ഉടനെ ക്യാമറയുടെ ഇത് ഓഫാക്കിയിട്ട് ഊരിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കടന്ന് നമ്മുടെ 10-15,000 രൂപയോളം വില വരുന്ന വലിയ പാക്കറ്റ് വലിയ സിഗരറ്റൊക്കെയാണ്. കിൻസ്, ലൈസ്, മിസ്കോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൊത്തം 15,000 രൂപ കൂടുതൽ വില വരും. പിന്നെ നമ്മൾ പല അമ്പലങ്ങളിലും ആയിട്ട് വെച്ചിരുന്ന 5 ഭണ്ഡാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് 10 രൂപ വീതം അതിൽ നിക്ഷേപിക്കാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ഓഹരി അതിൽ അമ്പലങ്ങളിൽ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 10,000 രൂപയോളം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതും വരും. പിന്നെ നമ്മൾ പാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യേന ഒരു 150 രൂപ വീതം മാസം കൊടുക്കുന്നതാണ്. അത് നമ്മൾ നീക്കിയിരിപ്പുണ്ട്. അത് 2,500 രൂപ വരും. പിന്നെ 10-ൻ്റെ 20-ൻ്റെ ഒക്കെ കൂടിയിട്ട് ചില്ലറ അവിടെ കൊടുക്കാറില്ല ചേഞ്ച് വേണ്ടിയിട്ട്. അതൊക്കെ കൂടി അതൊരു 3,000 രൂപയോളം നമുക്ക് വരും. മൊത്തം 32,500 നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്.